പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാറിലേക്ക് എത്തിയിരിക്കുകയാണ്. കരാറിനെ കുറിച്ച് ട്രംപ് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. എന്തായാലും ഇറാനും അന്തിമ കരാറിൽ ധാരണയായി എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കരാറിൽ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ബോംബിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ട്രംപ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കലിപ്പിലാണ്. നെതന്യാഹുവിന്റെ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ട്രംപ് ഇറാനുമായി കരാറിൽ എത്തിയത് എന്നാണ് നിലവിലെ വിവരം. ബെയ്റൂത്തിലെ ഇസ്രായേൽ ബോംബിട്ടതറിഞ്ഞ് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് നെതന്യാഹുവിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ചയ്ക്ക് തെറി വിളിച്ചത്. അതായത് തന്റെ 80ാം ജന്മദിന ആഘോഷങ്ങൾക്കായി വൈറ്റ് ഹൗസ് ഒരുങ്ങുന്നതിനിടെയാണ് സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ തലവന് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ നെതന്യാഹുവിന് ഒട്ടും വിവേചന ബുദ്ധി ഇല്ല എന്നും അവൻ കാരണം എല്ലാം കുളമാകുന്ന അവസ്ഥയിലാണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇക്കാര്യമാണ് മാധ്യമങ്ങൾ, അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് ട്രംപുമായി ഞായറാഴ്ച നടത്തിയ ഔദ്യോഗിക സംഭാഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും ട്രംപ് തന്നോട് പറഞ്ഞ വാക്കുകൾ റാബിഡ് അതേപടി കുറിച്ചത് ഇപ്രകാരമായിരുന്നു: എന്തിനായിരുന്നു ബീബി, അതായത് നെതന്യാഹു, ആ നാശം പിടിച്ച ആക്രമണം നടത്തിയത്?